ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇത് സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ രാവിലെ എണീറ്റ് ഫ്രഷ് ആയതിനു ശേഷം ആദ്യം തന്നെ ഒരു കാപ്പി ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. ഞാനിന്ന് സൺഡേ കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അപ്പോൾ പിന്നെ എനിക്ക് ചായ കുടിക്കേണ്ടി വന്നുള്ളൂ, ബാക്കി എല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഒരു കാപ്പി ഉണ്ടാക്കി. പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ദിവസമുള്ള സ്ഥിരം പരിപാടികൾ തന്നെയുള്ളൂ. ആദ്യം ചേച്ചിയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ചേച്ചി ആകെ അടിച്ചു വാരി വൃത്തിയാക്കുന്നു, അമ്മ പാത്രം കഴുകുന്നു. പിന്നെ അതിനിടയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം കൂടി ഓരോരോ പുതിയ കുപ്പികളിലാക്കിയിട്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ മഴയൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ കാട് പിടിച്ചിട്ടുണ്ടായി. കൂടെ കുറേ മധുരക്കിഴങ്ങ് നട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം നന്നായി പടർന്നു വന്നിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ പപ്പ ചെത്തിക്കളയാണ്. ഞാൻ ആ സമയം എല്ലാവരും ബിസി ആയും കൊണ്ട് തന്നെ ഞാൻ മേതുവിനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇവരെല്ലാം കഴിഞ്ഞിട്ട് വേണം എൻ്റെ പണി തുടങ്ങാൻ. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ വെള്ളം അത്ര സെറ്റല്ല, അതുകൊണ്ട് മുന്നിലുള്ള വീട്ടിൽ നിന്നാണ് കേട്ടോ വെള്ളം എടുക്കുക. അപ്പോൾ വെള്ളം എടുക്കലൊക്കെ കഴിഞ്ഞ് ഉച്ചയായി ഏകദേശം നേരത്തേക്ക് തന്നെ. ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് അമ്മയുടെ കൂടെ കുടുംബശ്രീക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന സ്ഥലം ഇപ്പോൾ താമസിക്കുന്നിടത്ത് നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അമ്മേൻ്റെ കുടുംബശ്രീ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ തന്നെ ഏകദേശം ഒരു 1:30-2 മണി സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതന്ന് എൻ്റെ ആ ഹോള് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ സ്കേർട്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഇവിടെ ഈസി വൈന്ന് മേടിച്ചൊരു ബനിയനും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ അതിന് മേടിച്ച ടോപ്പ് കാര്യം റിട്ടേൺ ചെയ്തു, അതത്ര സുഖമായില്ല. അപ്പോൾ അതൊക്കെ ഇട്ട് റെഡിയായി. അതിനിടയ്ക്ക് അമ്മ മേതുവിനെ കൊണ്ടു തന്നു, അവരോരോ പരിപാടിയായിരുന്നു. അപ്പോൾ മേതു അവിടെ ഇരുന്നിട്ട് എൻ്റെ ഓരോ സാധനങ്ങളായി പെറുക്കി താഴെ ഇട്ടിട്ട് ഇങ്ങനെ അലമ്പ് വലിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവളെ എടുത്ത് മെല്ലെ താഴെ പോയി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചപാട് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വൈകുന്നേരം ശരിക്കും പറഞ്ഞാൽ 2 മണിക്കാണ് അമ്മേൻ്റെ കുടുംബശ്രീ, പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ 2:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കൃത്യമായിട്ടൊരു ടൈമൊന്നും അങ്ങനെ കുഴപ്പമില്ലാത്ത കാരണം വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് സാധാരണ സൺഡേകളിലൊക്കെ ഒരു നോൺ വെജ് ഉണ്ടാവാറുള്ളതാണ്. ഇന്ന് പക്ഷേ ലഘുവായിട്ടുള്ള ഫുഡായിരുന്നു. ചോറും ചമ്മന്തിയും മമ്പയർ തോരനും മീൻ വറുത്തതും ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഉണക്കമീൻ വെച്ചിട്ട് ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മമ്പയർ തോരനൊക്കെ തലേന്നത്തെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി വേഗം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. ആ ടൈമിൽ ബാക്കി എല്ലാവരും അതും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതും ലേറ്റായിരുന്നു. ഞാൻ വേഗം ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ കുറേ കാലമായിട്ട് സ്കൂട്ടി സൈഡായിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്നലെ പപ്പ അതൊന്ന് റെഡിയാക്കിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് സ്കൂട്ടിയിലാണ് കേട്ടോ പോകുന്നത് അങ്ങോട്ടേക്ക്. ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ സൺഡേസിൽ അങ്ങോട്ടേക്ക് ബസ്സും ഇല്ല. അപ്പോൾ പോകാൻ നേരത്തെ ഞാൻ ഇതാട്ടോ നമ്മളെ വീട്ടിലെ ചാർലി. അപ്പോൾ എല്ലാവരെയും കാണിച്ചില്ല, എന്നാൽ പിന്നെ ഇവനെയും കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അവൻ എന്നെ കണ്ടപ്പോൾ വല്ല വാലക്കാട്ടി കാണിക്കുന്നുണ്ട്. ഞാനാണ് അവനെ എപ്പോഴും പുറത്ത് കൊണ്ടുപോകുക കേട്ടോ. പുറത്ത് അഴിച്ചു വിടുക, അങ്ങനെ അഴിച്ചു വിടാറില്ല. അപ്പോൾ ഞാൻ അഴിച്ചു വിടുന്ന പറഞ്ഞാൽ അവൻ മെല്ലെ നൈസായിട്ട് എണീറ്റ് നിൽക്കുകയാണ് ഞാൻ അവനെ കൊണ്ടുപോകുമെന്ന് അറിയാൻ. പിന്നെ ഇത് അമ്മേൻ്റെ സ്ഥിരം പരിപാടി കേട്ടോ. എവിടേക്കും പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അന്നേരം അമ്മയ്ക്ക് ഓർബിറ്റ് വേണം. അപ്പോൾ അമ്മ അത് മേടിക്കാൻ വേണ്ടി ഇന്ന് വേഗം കടയിലേക്ക് ഓടുന്നുണ്ടേ. സമയം കൊണ്ട് ഞാൻ മെല്ലെ ഇറങ്ങി ഇവിടെ കടേൻ്റെ മുന്നിൽ വന്ന് പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. അമ്മ വന്നിട്ട് വേണം അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയിട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ എത്തിയത്. 2:30ക്ക് അവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അവർ കുടുംബശ്രീ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നു. ഇതൊക്കെയാണ് മോളി ചേച്ചീൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കുടുംബശ്രീ. അപ്പോൾ എല്ലാവരെയും കണ്ടു. പിന്നെ ഇതൊക്കെ നമ്മുടെ പഴയ നമ്മളവിടെ താമസിച്ചാന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും നമ്മുടെ പഴയ അയൽവാസികളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും കുറേ നേരം സംസാരിച്ച് കുടുംബശ്രീയൊക്കെ കൂടി പിന്നെ നമ്മൾ മെല്ലെ ഇറങ്ങി. കാര്യം ഞാൻ അവിടെ നമ്മൾ ആദ്യം താമസിച്ചിരുന്ന വീട് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. ഈ സൈഡിൽ കാണുന്ന വീടാണ് കേട്ടോ, അത് കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ ഇത്ര നേരം മേതുവിനെ കാണാണ്ടിരുന്ന സ്നേഹപ്രകടനമൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനിടയ്ക്ക് അമ്മ പ്രത്യേകം മെൻഷനും ചെയ്തു, ഞാൻ ഉമ്മ കൊടുക്കുന്ന മേതുവാണെങ്കിൽ ഉമ്മ കൊടുക്കാൻ അടുപ്പിക്കുന്നുമില്ല. പിന്നെ വൈകുന്നേരം ഒരു 5:30 ആയി കഴിഞ്ഞ് ലൈൻ കമ്പിയിൽ കാക്കരിക്കുന്ന പോലെ നമ്മളെല്ലാവരും കൂടി വന്നിട്ട് ഈ തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ആ സമയത്താണ് അമ്മേൻ്റെ പാല് വാങ്ങലും. അപ്പം പിന്നെ മേതുവിനെ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണ് തോളെ കയറ്റിയിരുത്തൽ. അങ്ങനെ ഇരുത്തി പപ്പ അതിനിടയ്ക്ക് ചാർലീനെ അടിച്ച് പുറത്ത് കൊണ്ട് കെട്ടുന്നുണ്ട്. അപ്പോൾ മേതുവിന് ഭയങ്കര കൗതുകമാണ്. മേതു അതിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തുള്ളി പേടിയില്ല. അപ്പോൾ അവൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ആയിയാണ് അവിടെ നിന്നിട്ട് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് മണ്ണി കാലുകുത്താൻ പറ്റില്ല. അത് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൾക്ക് കാലങ്ങോട്ട് കുത്താൻ അവൾക്ക് പറ്റിയില്ല. അപ്പോൾ അവളോട് ഇരുന്നിട്ട് എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് പിന്നെ അമ്മ പാല് വാങ്ങാൻ പോയി. അമ്മ പാല് വാങ്ങാൻ പോകുമ്പോൾ മുന്നിൽ നിന്ന് തന്നെയാണ് കേട്ടോ, തൊട്ട് മുന്നിൽ തന്നെയാണ് പാല് വാങ്ങുക. അപ്പോൾ അമ്മ അവിടെ നിൽക്കുന്നതും അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവസാനം അവളവിടെ കൊണ്ടേ ആക്കി.
പാലൊക്കെ മേടിച്ചു. പിന്നെ വൈകുന്നേരത്തെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ നൈസായിട്ട് വ്ലോഗ് അങ്ങ് കട്ട് ചെയ്യാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, റിപ്പീറ്റഡ് ഫുഡാണ് നൈറ്റും കഴിക്കുന്നത്. അപ്പോൾ പിന്നെ അത് പ്രത്യേകമായിട്ട് റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അതിനിടയ്ക്ക് കൂടെ കുരുത്തക്കേട് കാണിക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ കൈയിട്ട് വെക്കുന്നത്, അത് പാൽ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൈയിടും കേട്ടോ. മിക്കപ്പോഴും കൈയിട്ടിട്ട് അത് പിന്നെ അപ്പം തന്നെ കാച്ചി ചായയൊക്കെ കുടിച്ച് തീർക്കാറാണ് പതിവിലേക്ക്, നശിച്ചു പോകും. പിന്നെ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബാക്കിൽ ഇങ്ങനെ വന്നിരുന്നു കേട്ടോ. നല്ല അടിപൊളിയാണ് ഇവിടുന്ന് ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. ചുറ്റോട് ചുറ്റും വയലൊക്കെ ആയിട്ട് നല്ല അടിപൊളി സീനറിയാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വന്നിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാറ്റടിച്ചത് തണുത്തിട്ട് എണീറ്റ് പോകും, അതാണ് പതിവ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് പിന്നെയും കുറേ നേരം മേതുവിൻ്റെ അടുത്ത് കളിച്ച്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. പിന്നെ ഇന്ന് ക്ലാസ്സും ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നൈറ്റായി. ഇതിപ്പോൾ ഒരു 12 മണിക്ക് എടുത്തതാണ് കേട്ടോ. അവൾ ഉറങ്ങിയിട്ടില്ല ഇതുവരെ. അപ്പം നൈസായിട്ട് നമ്മൾ അവളൊരു ടാറ്റയൊക്കെ തരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ അവൾ ഉമ്മ തരണമെന്നുണ്ടേ, പക്ഷെ സമ്മതിക്കുന്നില്ല. അതിനിടയ്ക്ക് കൂടി ചിരിച്ച് കാണിച്ചു നൈസായിട്ട് എന്നെ ഒഴിവാക്കി. അപ്പോൾ ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.